ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാ ഡോക്ടർ സ്റ്റോണിന്റെ എക്സ്പ്ലനേഷൻ എപ്പിസോഡിലോട്ട് പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് എപ്പോൾ 100 ലൈക്സ് ആകുന്നു അന്നേരമായിരിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഥവാ ഈ വീഡിയോക്ക് 200 ലൈക്സിന് മേളിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ 2 വീഡിയോസ് ആയിരിക്കും ഞാൻ അടുപ്പിച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ മാക്സിമം കമന്റും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഒരുപാടധികം കമന്റ്സ് വായിക്കാൻ വേണ്ടി കിടപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അതെല്ലാം വായിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് തന്നെ എൻ്റെ മൂഡ് അത്രയ്ക്ക് റെഡി അല്ലായിരുന്നു. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കമന്റ്സും അതുപോലെ തന്നെ ഡെയിലി വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞത്. തൊട്ട് എന്തൊക്കെയാണെങ്കിലും ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ പറഞ്ഞു മുഷിപ്പിക്കാതെ നേരെ എക്സ്പ്ലനേഷനിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ സേക്കു നിൽക്കുന്ന സ്ഥലത്തിലേക്ക് വേറെ ഏതോ ഒരാൾ വരുന്നുണ്ട്. ലിസ്റ്റിലുള്ള ആൾക്കാരെല്ലാവരും രാമൻ കഴിച്ച് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഈ രാമൻ കൊടുത്തിട്ട് ഒരുപാടധികം മാൻ പവർ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേക്കു അവർക്ക് എല്ലാവർക്കും രാമൻ കൊടുക്കുകയാണ്. മേടിക്കാൻ വന്ന ഒരു പെണ്ണ് നമ്മുടെ സേക്കുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള പെണ്ണിനെയാണ് ഇഷ്ടം? അധികം കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഉള്ള പെണ്ണിനെയാണ് ഇഷ്ടം. കൊക്കാക്കുവിന് ഇവൻ എന്താണ് പറയുന്നത് മനസ്സിലാകുന്നില്ല. ക്രോമാണെങ്കിൽ ഗാഡ്സിനും ഈ ഫുഡ് കൊടുക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് വരികയാണ്. വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കഴിക്കാൻ വേണ്ടി പാടില്ല, റൂൾസ് ഈസ് റൂൾസ് എന്ന് ഗാർഡിൽ ഒരാൾ പറയുന്നു. നിന്റെ ഇരിക്കുന്ന ഗോൾഡൻ സ്പിയറും അവര് തന്നെയല്ലേ എന്ന് മറ്റവൻ ചോദിക്കുന്നു. പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ കിടന്ന് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമയത്ത് തന്നെ കൊക്കാക്കു വില്ലേജിലെ ചീഫിനോട് ഒരാൾ പറയുന്നു, ഇന്ന് വന്ന ആൾക്കാർ രാമൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വളരെയധികം ടേസ്റ്റിയാണ്, നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചീഫ് ചോദിക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് ആള് പറയുകയാണ്. അത് നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാമെന്ന്. ഫൈനലി ഞാനിപ്പം ഒരുപാടധികം മാൻ പവർ ക്രിയേറ്റ് ചെയ്തു, തന്നെയായിരുന്നു എനിക്ക് വേണ്ടത് എന്ന് നമ്മുടെ സേക്കു പറയൂടെ. ഒരു കോളയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. കോളയോ എന്ന് നമ്മുടെ സേക്കു ചിന്തിക്കുന്നു. ഈ സമയത്തായിരുന്നു നമ്മുടെ കൊക്കാക്കുവിന് മനസ്സിലാക്കുന്നത് വില്ലേജിലുള്ള ഒരു ആളല്ല, ഇത് വേറെ ഏതോ ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് നമ്മുടെ കൊക്കാക്കു പറഞ്ഞിട്ട് അവരെല്ലാവരും അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അയാളെ എല്ലാരും കൂടെ പറഞ്ഞിട്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. നടക്കുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. കാച്ചുവിൽ നിന്ന് വെളിയിൽ വന്ന സമയത്ത് തന്നെ ഈ രാമന്റെ സ്മെൽ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് വരികയായിരുന്നു. സേക്കുനാണെങ്കിൽ ഇങ്ങനെ എവിടെ കണ്ട് പരിചയമുള്ളത് പോലെ തോന്നുകയാണ്. നമ്മുടെ കൊക്കാക്കു ഇയാളെ അറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു പറയുകയാണ്, ഇയാളെ അറിയാം, ഇയാളുടെ ഒരു ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്, ഇയാൾ ഒരു മെജീഷ്യൻ ആണ്. ഞാനൊരു മെജീഷ്യൻ അല്ല, ഞാനൊരു മെന്റലിസ്റ്റ് ആണ്. കുറെ നേരം കൊണ്ട് ഈ രാമൻ പിടിക്കുകയാണ്. എന്റെ കൈ വേദനിക്കുന്നു, കുഴപ്പമില്ല ഞാൻ പിടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീറ്ററോ അത് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. കാണാൻ നേരത്തെ എനിക്ക് എന്തോ സ്ട്രേഞ്ച് ഫീലിംഗ് പോലെ തോന്നുന്നുണ്ട്. എന്തായിരിക്കും കാരണം എന്ന് നമ്മുടെ കൊക്കാക്കു ചിന്തിക്കുന്നു. ഇല്ല, നീ സുഗാട്സുരയുടെ വർക്ക് ചെയ്യുകയാണോ അല്ലയോ ആണെങ്കിൽ കഴിച്ച ആഹാരത്തിന് വേണ്ടിയുള്ള പണി നിങ്ങൾ ചെയ്തേ പറ്റൂ. എന്നിട്ട് അവരെല്ലാരും കൂടെ ചേർന്നിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ യുസുറിയും അതുപോലെ നമ്മുടെ സേക്കു അവനോട് ചോദിക്കുന്നു. അവൻ പറയുകയാണ്, തൈജു ഇപ്പോഴും പോലെ തന്നെ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്, മാത്രമല്ല നീ എന്നെ ഒരുപാടധികം പണി എടുപ്പിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എന്റെ മനസ്സ് ചെറുതായിട്ട് മാറുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. ഈ ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം യൂസ് ചെയ്തിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ എന്തോ ഒരു ഷേപ്പ് പോലുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. റിപ്പോർട്ട് ചെയ്യേണ്ടത് നീ ജീവനോടുണ്ടോ ഇല്ലയോ എന്നാണ്. നീ ജീവനോടുണ്ട്, നീ അയൺ ടൂൾസ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിന്റെ സൈഡിലായിരിക്കും വിജയം. തന്നെ നമ്മുടെ സേക്കും ബാക്കിയുള്ളവരും കൂടെ അയൺ ബാർ ക്രിയേറ്റ് ചെയ്യുകയാണ്. വില്ലേജ് കണ്ടുപിടിച്ചെന്നും അത് മാത്രമല്ല സേക്കു ജീവനോട് ഇല്ലെന്നും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇത് കേട്ട സേക്കു ഓക്കെ എന്നും പറയുന്നു. ഈ ന്യായത്തിനോട് നിൽക്കണമെന്നൊന്നുമല്ല ആഗ്രഹം, വിജയിക്കുന്നത് എവിടാണ്, എനിക്ക് അവിടെ നിൽക്കണമെന്നാണ് ആഗ്രഹം. സുക്കാട്സൻ തമ്മിൽ ഫൈറ്റ് ചെയ്താലും നിങ്ങൾക്ക് തോറ്റാലും ഒന്നുമില്ല, ജയത്തിന്റെ കൂടെ മാത്രം നിന്നാൽ മതി. സയൻസിനോട് നിന്നാൽ ഞാൻ ഒരുപാടധികം കഷ്ടപ്പെടണം, സുക്കാട്സനോട് നിന്നാൽ ഞാൻ ഒന്നും ചെയ്യേണ്ട, വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കും. ഇതിലുള്ള റിലാക്സേഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പിള്ളേർ അറിയേണ്ട കാര്യങ്ങളൊന്നുമല്ല. നീ അത് മര്യാദയ്ക്ക് പറഞ്ഞില്ലേ, നിന്നെ ഞാൻ കൊന്നു കളയാണെങ്കിലും കീഗോ നീ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ സുക്കാട്സയ്ക്ക് ഉറപ്പായിട്ട് ഡൗട്ട് തോന്നും. എനിക്കൊരു വെപ്പൺ ക്രിയേറ്റ് ചെയ്ത് തന്നാൽ ഉറപ്പായിട്ട് ഞാൻ നിന്റെ സൈഡിൽ തന്നെ. ഞാനിപ്പം ഒരു ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഓണേജിൽ ജനറേറ്ററോ എന്ന് പറഞ്ഞ് നമ്മുടെ കീഗോ മൊത്തത്തിൽ തന്നെ ഇല്ലാതായി പോവുകയാണ്. യൂസ് ചെയ്ത് വയർ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, മാത്രമല്ല മാഗ്നറ്റ് യൂസ് ചെയ്ത് ലൈറ്റ്നിങ് എടുക്കണം. സമയത്ത് തന്നെ അവിടെ വളരെയധികം ഇടിപെട്ടി മഴ പെയ്യുകയാണ്. അതിൽ നിന്നുള്ള റേസ് ആണെന്ന് പറഞ്ഞിട്ട് വില്ലേജിലുള്ള ആൾക്കാരെല്ലാരും പേടിച്ച് അവരുടെ വീട്ടിലേക്ക് കയറി പോവുകയാണ്. കറക്റ്റ് സമയം, നമുക്ക് ഒരുപാടധികം സമയമൊന്നുമില്ല, ഈ സമയത്ത് തന്നെ നമ്മൾ ലൈറ്റ്നിങ് എടുത്തേ പറ്റൂ. നിങ്ങളാണോ ജനറേറ്റർ റൺ ആവുന്നതെന്ന് നമ്മുടെ കീഗോ ചോദിക്കുന്നു. മാഗ്നറ്റിലാണെന്ന് നമ്മുടെ സേക്കു പറയുന്നു. ഒരുപാടധികം മാഗ്നറ്റ് ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സേക്കു പറയുകയല്ല, നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് വേണം, എന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമ്മുടെ കോപ്പറിനെ ഒഴുക്കിയിട്ട് വയറാക്കാൻ വേണ്ടി നമ്മുടെ സേക്കു പറയുന്നു. കോട്ടിക്ക് വേണമെന്ന് പറയുന്ന സമയത്ത് വില്ലേജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ സേക്കു ആണെങ്കിൽ വില്ലേജിൽ നിന്ന് ഒരു ബ്രിഡ്ജിന്റെ പീസ് എടുക്കുന്നുണ്ട്. സേക്കു ആണെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വില്ലേജിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ബ്രിഡ്ജ് പൊട്ടിക്കുന്ന ഒരു പെൺകുട്ടി ആൾക്കാരൊക്കെ അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഹെവൻ ഇപ്പൊ ഈ റെയിൻ ഇവിടെ ഉണ്ടാക്കിയത്. അവരെല്ലാവരും കൂടെ നമ്മുടെ സേക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ഒരുപാടധികം സമയമൊന്നും ഇല്ലെന്ന് നമ്മുടെ സേക്കു പറയുന്ന സമയത്ത് കീഗോ പറയുകയാണ്, ഈ
കാര്യം ഞാൻ നോക്കി സോഡ് വെച്ചാലായിരിക്കും പകരം ഫ്ലവർ വെച്ചായിരിക്കുമെന്ന് നമ്മുടെ കീഗോ പറയുന്നു. ഇത് തന്നെ നമ്മുടെ കൊക്കാക്ക് കൂട്ടിക്കൊണ്ട് വന്നിരുന്ന മന്ത്രവാദി ഇതാണെന്ന് അവർ പറയുന്നു. നിങ്ങളോട് വന്ന ദേഷ്യം ഞങ്ങൾ തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കീഗോ ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പൂ മായിച്ച് കാണിക്കുകയാണ്. ഇവിടുത്തെ ചീപ്പ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവന്മാരെ പിടിച്ചെടുത്താൽ പറ്റുമെന്ന് നമ്മുടെ സേക്കുവിന് മനസ്സിലാകുകയാണ്. ഈ സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് വിശ്വാസം വന്ന അവരെല്ലാവരും തിരിച്ച് വില്ലേജിലേക്ക് നടന്നു പോവുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരുപാടധികം ക്രേസി ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ലൈറ്റ്നിങ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കോപ്പേഴ്സ് യൂസ് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത വയർ യൂസ് ചെയ്ത് ഞാൻ ഇലക്ട്രിസിറ്റിയും പാസ് ചെയ്യും. കറക്റ്റ് ആയിട്ട് ലൈറ്റ്നിങ് വരുന്നതെന്നാണ് നമ്മുടെ സേക്കുവിന്റെ കാൽക്കുലേഷൻ. ഗീനറോയും ഇവരെന്താണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി അവിടെ വന്ന് ഒളിച്ചു നിൽക്കുകയാണ്. ഹീനറോ ഇവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹീനറോ പറയുകയാണ് കിക്ക് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് നമ്മുടെ സേക്കു പറയുന്ന സമയത്ത് കൊക്കാക്കു നമ്മുടെ ഗീനറോന്റെ സ്പിയർ കാണുകയാണ്. തരത്തിൽ നിന്ന് നമ്മുടെ ഹീനറോ പറയുന്നുണ്ട്. സമയത്ത് തന്നെ നമ്മുടെ ഗീനറോന്റെ ഹെൽപ്പ് കാരണം നമ്മുടെ കൊക്കാക്കു ആ സ്റ്റിക്ക് എടുക്കുക എല്ലാ കാര്യങ്ങളും ചെയ്ത് കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ ലൈറ്റ്നിങ് വന്ന് അടിക്കുന്നു. ഞാൻ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. കോളേജ് കാലത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇലക്ട്രിസിറ്റി വരെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സമയത്ത് തന്നെ ഗോൾഡൻ സ്പിയർ ചാരുമായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ കീനറോ വളരെയധികം വിഷമത്തോടെ നിൽക്കുകയാണ്. കീനറോ കളിയാക്കി പറയുകയാണ് അയ്യോ നിന്റെ ഗോൾഡൻ സ്പിയർ എന്ത് എന്നൊക്കെ പറഞ്ഞു. സമയത്ത് തന്നെ ഹീറോന്റെ വണ്ടയ്ക്ക് 5-6 അടി കൊടുത്തിട്ട് കീനറോ അവിടെ നിന്ന് പോവുകയാണ്. കൊക്കാക്കു പറയുകയാണ് മാഗ്നറ്റ് വർക്ക് ആകുന്നില്ല, ഇത് രണ്ടും തമ്മിൽ ഒട്ടുന്നില്ലല്ലോ. ഒട്ടത്തരം കാണിക്കാതെ അതിന്റെ പോൾ ഡയറക്ഷൻ മാറ്റാൻ നമ്മുടെ സേക്കു പറയുന്നു. വർക്ക് ആകുന്നു. അങ്ങനെ മെഡിസിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മുടെ ക്രോം വിചാരിക്കുന്നു. അങ്ങനെ നീ ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സേക്കു ആണെങ്കിൽ എടുത്ത് കഷ്ടപ്പെടുത്തി പണി ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ കോപ്പർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സേക്കു വളരെയധികം കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സേക്കു ഫൈനലി ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആയിട്ട് ഒരേ ഷേപ്പിൽ ഒരേ രീതിയിലാണ് രണ്ട് ഷീറ്റും ആണെങ്കിൽ മാത്രമേ ഈ കാര്യം വർക്ക് ചെയ്യത്തുള്ളൂ. ഇത്ര നേരം ചെയ്ത കാര്യങ്ങളെല്ലാം ഡിസ്ട്രോ ആയി പോകും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. അല്ല ഒരുപാടധികം ശക്തിയുള്ള 2 പേരെ നമുക്ക് വേണം. കിനറോനോട് ഗീഗറോനോട് പറയുന്ന സമയത്ത് നമ്മുടെ ഗീഗറോ ആണെങ്കിൽ അവരോട് പോകാൻ വേണ്ടി തയ്യാറാകുന്നില്ല. സ്പിയർ പൊട്ടിച്ചത് കൊണ്ടാണ് അവൻ നമ്മുടെ കൂടെ വരാത്തത്. നമ്മൾ ഈ സാധനം ക്രിയേറ്റ് ചെയ്താൽ നമ്മൾക്ക് ഉറപ്പായിട്ടും ആ സാധനം പോളിഷ് ചെയ്യാൻ വേണ്ടിയും അത് മാത്രമല്ല നിന്റെ ഗോൾഡൻ സ്പിയർ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അവിടെ പറയുന്നത് അതിനുവേണ്ടിയുള്ള സാധനമല്ലല്ലോ നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാര്യം കേട്ടിട്ട് അവർ 2 പേരും കൂടെ കിടന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ ബാംബു ഫൈബർ ആണെന്ന് പറഞ്ഞിട്ട് അവനെ കാണിക്കുകയാണ്. ഇത്രയധികം ഉയരത്തിൽ വെക്കണോ എന്ന് നമ്മുടെ കൊക്കാക്കു ചോദിക്കുന്ന സമയത്ത് ഇത്രയധികം ഉയരത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന്. ഫൈബർ യൂസ് ചെയ്തിട്ട് ഇവൻ ലൈറ്റ് ബൾബ് ഉണ്ടാക്കുകയാണോ എന്ന് നമ്മുടെ കേക്കു വിചാരിക്കുന്നു. ക്രോം നീ നൈറ്റിൽ ഒരുപാടധികം പേടിച്ചിട്ടുണ്ടോ? ഇരുട്ട് കാരണം ഒരുപാടധികം പേടിച്ചിട്ടുണ്ട്. കാലത്ത് ഒരിക്കലും ഇരുട്ട് കണ്ട് ആരും പേടിച്ചിട്ടില്ല. അതിന് നന്ദി പറയേണ്ടത് എഡിസനോടാണ്. കണ്ടുപിടിച്ച ലൈറ്റ് കാരണമാണ് ലോകത്ത് മുഴുവനായിട്ടും വെളിച്ചം വന്നത്. സംഭവിച്ചാലും ഞാൻ ഹ്യൂമാനിറ്റിനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഈ കാലത്തിലെ വെളിച്ചം നമ്മൾ ഓൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സേക്കു അതിന് ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ്. ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 1 9ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മുടെ സേക്കു ആണെങ്കിൽ സ്റ്റോൺ ഏജിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവന്നിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ എഡിസൺ ക്രിയേറ്റ് ചെയ്ത ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ സേക്കു ആ കാലത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ഡോക്ടർ സ്റ്റോണിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കാത്തിരുന്ന് എല്ലാ എപ്പിസോഡും കാണുക. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോകാം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ എൻ്റെ ചാനൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു. സോ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോയുടെ ഒരു മൂഡില്ലായിരുന്നു സത്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാഞ്ഞത്. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഒരുപാടധികം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലീച്ചിൻ്റെ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഡോക്ടർ സ്റ്റോണിൻ്റെ എക്സ്പ്ലനേഷനോ ഒന്നും അല്ലായിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ഇനി ഞാൻ മാക്സിമം ഞാൻ ഡോക്ടർ സ്റ്റോണിൻ്റെ ബ്ലീച്ചിൻ്റെയും അതുപോലെ തന്നെ സൂപ്പർ ക്യൂവിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചിലപ്പം ചെറിയ ബ്രേക്സ് ഒക്കെ എടുത്തെന്ന് വരും. സോ അന്നേരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. സോ ഇനി ഈ ഇടയ്ക്കൊന്നും ഞാൻ ബ്രേക്ക് ഒന്നും എടുക്കത്തില്ല. സോ എക്സാംസ് വരുന്ന സമയത്തായിരിക്കും ഞാൻ ബ്രേക്ക് എടുക്കുന്നത്. പനിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണം. സോ അന്നേരവും നിങ്ങൾ സപ്പോർട്ട് കുറയ്ക്കരുത് കേട്ടോ. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് 200 മേളിൽ ലൈക്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം എന്ന് വെച്ചാൽ എപ്പോഴാണ് 200 മേളിൽ ലൈക്ക് കിട്ടുന്നത് സോ അന്നേരം ഞാൻ ഉറപ്പായിട്ടും 2 വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാരകമായിട്ടുള്ള സപ്പോർട്ടാണ് ഡോക്ടർ സ്റ്റോൺ തന്നുകൊണ്ടിരുന്നത്. ഒരുപാടധികം ഗ്യാപ്പ് എടുത്തിട്ടാണ് അടുത്ത എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം നല്ല രീതിയിൽ തന്നെ കുറയുമെന്ന്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.